പൂച്ചയെ പേടിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു നിൽക്കാറില്ലേ, അതും. പിന്നെ കുറച്ച് സ്ട്രെച്ചിങ് റൂട്ടീനും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടായി. ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സ്ട്രെച്ചിങ് റൂട്ടീനാണേ. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർ, പിന്നെ അതല്ല മുട്ടുവേദന അല്ലെങ്കിൽ എന്തെങ്കിലും ജോയിൻറ്റ് പെയിൻ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ സ്ട്രെച്ചിങ് ഭയങ്കര സിമ്പിളായിട്ട്, ഇത് വെറും 5 മിനിറ്റിന് മാത്രമുള്ള സ്ട്രെച്ചിങ് ആണ്. അപ്പോൾ ഇത് എല്ലാവർക്കും എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും, നിങ്ങളിപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇപ്പം നിങ്ങൾ ബെഡിലാണെങ്കിലും ഇപ്പം നിങ്ങൾ സോഫയിലിരിക്കുകയാണ്, അതിൽ എവിടെ ആണെങ്കിലും ഇച്ചിരി സ്ഥലം നിലത്തുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ വർക്കൗട്ട് അല്ലെങ്കിൽ ഈ സ്ട്രെച്ചിങ് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ജോയിൻറ്റ് പെയിന്, പിന്നെ നമ്മുടെ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ് ഈ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ ടൈം കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ് ഈ ഒരു സ്ട്രെച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദിവസം സ്ട്രെസ് ഫ്രീ ആയിട്ടും സ്മൂത്തായിട്ടും ഫ്ലെക്സിബിളായിട്ടും പോകുന്നതാണ്. അപ്പം നമുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മുടെ എക്സസൈസ് തുടങ്ങുകയാണ്. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയാണ് സ്ട്രെച്ച് ചെയ്ത് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻഹെയിൽ എക്സ്ഹെയിൽ ആ ഒരു റിതമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു പോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എല്ലാത്തിൻ്റെ ഒരു എൻഡിൽ, അത് ഇൻഹെയിൽ കഴിഞ്ഞിട്ടും എക്സ്ഹെയിൽ കഴിഞ്ഞിട്ടും ഒരു ചെറിയൊരു 1 സെക്കൻഡ് പോസോടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഇരിക്കേണ്ടത് നമ്മൾ ഒന്നെങ്കിൽ ചമർമടഞ്ഞിരിക്കാം, അല്ലെങ്കിൽ നമുക്കിതുപോലെ ബട്ടർഫ്ലൈ പോസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇത് ഇങ്ങനെ കാലിങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്നതിനാണ് ബട്ടർഫ്ലൈ പോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നമുക്കിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് 1 മിനിറ്റാണ് നമ്മൾ ഓരോ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ അല്ലേ. അപ്പം ആദ്യമേ തന്നെ ഇൻഹെയിൽ ചെയ്യണം കേട്ടോ. ഇൻഹെയിൽ, എക്സ്ഹെയിൽ, ഇൻഹെയിൽ, എക്സ്ഹെയിൽ, inhale, exhale, inhale, exhale, inhale, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ്. അടുത്ത എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ അതിലും സിമ്പിളാണ്. അപ്പം ചെമ്പറവണഞ്ഞിരിക്കാം, എന്നിട്ട് ഒരു കൈ ഇവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സൈഡ് സ്ട്രെച്ചിങ്ങിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മസിൽസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സൈഡ് സ്ട്രെച്ചിങ്. അപ്പോൾ നമ്മൾ മൊത്തം എണീറ്റ് നിന്ന് സ്ട്രെച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ സൈഡ്സ്, ഓരോ സൈഡ്സിന് വേണ്ടിയാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ തന്നെ എല്ലാവരും ചെയ്തോളാം. ഇൻഹെയിൽ, മാക്സിമം സ്ട്രെച്ച് ചെയ്യണേ. എക്സ്ഹെയിൽ, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. അത്രേ ഉള്ളൂ, സിമ്പിളല്ലേ. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് നമ്മൾ പിള്ളേരൊക്കെ പിണങ്ങിയിട്ടിരിക്കത്തില്ലേ, അപ്പോൾ നമ്മൾ ചൈൽഡ് പോസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ പരിപാടി. പിള്ളേരിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, അപ്പം ഇത് ഇരുന്നിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ലെങ്ത്തിൽ വെക്കണം. ഓക്കെ, ഇവിടുന്ന് ഇൻഹെയിൽ, പിന്നെ എണീറ്റ് വന്ന് നിന്നിട്ട് എക്സ്ഹെയിൽ, ഇൻഹെയിൽ, എക്സ്ഹെയിൽ, ഇൻഹെയിൽ, exhale, inhale, exhale, inhale,
എക്സേൽ. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ കാലിന് വേണ്ടിയിട്ടുള്ളതാണ്, കാലിൻ്റെ സ്ട്രെച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കാലിങ്ങനെ മുന്നോട്ട് നീക്കി വെക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ മുന്നോട്ട് നീക്കി വെച്ചിട്ട് ഇനി എന്താണ്, മാക്സിമം സ്ട്രെച്ച് ചെയ്ത് എവിടെ വരെ തൊടാവോ അവിടെ വരെ തൊടുക. അതാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നമ്മൾ ഇൻഹെയിൽ എക്സേൽ. ഓക്കെ, ഇൻഹെയിൽ 1 2 3 4 5. സോ 5 സെക്കൻഡ്സത്തേക്കിന് നമ്മളിവിടെ ഹോൾഡാണ് കേട്ടോ. എന്ന് പറഞ്ഞ പോലെ തന്നെ തിരിച്ച് അപ്പ്. എക്സേൽ 1 2 3 4 5. അഗെയിൻ ഇൻഹെയിൽ 1 2 3 4 5. Exhale 1 2 3 4 5. Inhale 1 2 3 4 5. Exhale 1 2 3 4 5. സിമ്പിൾ അല്ലേ? അപ്പം നമ്മുടെ ലാസ്റ്റ് എക്സസൈസാണ് ഇനി വരാൻ പോകുന്നത്. ഇനി നമ്മുടെ ഇപ്രാവശ്യത്തെ ലാസ്റ്റ് എക്സസൈസാണ്. ഈ എക്സസൈസിൻ്റെ പേര്, സ്ട്രെച്ചിൻ്റെ പേര് ക്യാറ്റ് കൗ എന്നാണ്. എന്താണെന്ന് കാണിക്കാം അല്ലേ? അപ്പം ക്യാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പൂച്ചയെ പേടിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു നിൽക്കാറില്ലേ, അതും പിന്നെ ഇതാണ് നമ്മുടെ എക്സസൈസ് സ്ട്രെച്ചിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമേ ക്യാറ്റ്. ഓക്കെ, ഇൻഹെയിൽ ചെയ്യണേ. ഇൻഹെയിൽ ക്യാറ്റ് 1 2 3 4 5. Exhale 1 2 3 4 5. Inhale 1 2 3 4 5. Exhale 1 2 3 4 5. Inhale 1 2 3 4 5. Exhale 1 2 3 4 5. Again inhale 1 2 3 4 5. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ സ്ട്രെച്ചിങ് റൂട്ടീൻ. ഭയങ്കര സിമ്പിളായിരുന്നല്ലേ? ആരെങ്കിലും ചെയ്ത് നോക്കിയോ? എല്ലാവരും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. പിന്നെ എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത്, ഇതിന് പ്രൂഫുണ്ട്. എൻ്റെ അമ്മ മുട്ട് മടക്കി ഇരിക്കാൻ പോലും പറ്റത്തില്ലാത്ത ഒരാളായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ കുറച്ച് സ്ട്രെച്ചിങ് റൂട്ടീനും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടായി. അപ്പം ഇപ്പം എന്നെ കാണുന്നൊരു യങ്ങർ ഓഡിയൻസ് ആണെങ്കിൽ നിങ്ങൾക്കിത് ഇത്ര ഒരു നെസസിറ്റി ആയിട്ട് തോന്നിയെന്ന് വരത്തില്ല. പക്ഷേ തീർച്ചയായും നിങ്ങളുടെ അമ്മമാർ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് കൂടെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തി ഈ ഒരു ചെറിയ സിമ്പിൾ റൂട്ടീൻ, ഇതൊരു 5 മിനിറ്റ് കഷ്ടേ ഉള്ളൂ. അപ്പം ഇതെല്ലാവരും ചെയ്യാൻ നോക്കണം. നമുക്ക് ആക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.